ഹായ് ഗൈസ്, വെൽക്കം ടു സനി തോട്ട്സ്. കുറച്ചായി നമ്മളിപ്പോൾ വീഡിയോ ആയിട്ട് വന്നിട്ട് അറിയാലോ, ഇപ്പോൾ സിനിമകളൊന്നും വരുന്നില്ല. നമ്മുടെ കോർ സംഭവം തന്നെ സിനിമകളാണ്. നല്ല റിലീസുകൾക്ക് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ സിനിമകൾ വരുന്നില്ല, പിന്നെ വേറെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പം മാർച്ച് 19 വേണ്ടിയിട്ടുള്ളൊരു കട്ട വെയിറ്റിങ്ങിലാണ് നമ്മളെല്ലാവരും സിനിമ ആരാധകർ. കാരണം മാർച്ച് 19 3 വലിയ റിലീസുകളാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ബോളിവുഡിൽ വന്ന് തരംഗമായി പോയ ദുരന്തർ 2, മലയാളത്തിൻ്റെ ഓൾ ടൈം പ്രിയപ്പെട്ട ഷാജി പാപ്പനും പിള്ളേരും തിരിച്ചു വരുന്ന ആട് 3, അതുകൂടാണ്ട് KGF എന്ന് പറയുന്ന വലിയൊരു ബ്രാൻഡിന് ശേഷം യാഷ് വരുന്ന ഗീതു മോഹൻദാസ് ചിത്രം ടോക്സിക്. ഈ സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോഴാണ് ഇപ്പോൾ യുദ്ധവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ടോക്സിക് റിലീസ് മാറ്റിയെന്ന് അറിയുന്നത്. ഈ 3 പടത്തിൽ എൻ്റെ ഒരു ഫസ്റ്റ് ചോയ്സ് ടോക്സിക് ആയിരുന്നു പേഴ്സണലി. കാരണം ഓഫ് കോഴ്സ് യാഷ് തന്നെ. അപ്പോൾ ടോക്സിക് ഒഫീഷ്യലി പിന്മാറിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഈ 2 സിനിമകളാണുള്ളത്. ടോക്സിക്കിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 600 കോടി ബഡ്ജറ്റിൽ ഗീതു മോഹൻദാസ് ഒരുക്കുന്ന ചിത്രമാണ്. വലിയൊരു താരനിര തന്നെയുണ്ട്. ഏതാണ്ട് 5ഓളം നായികമാരുണ്ട്. ഹ്യൂമ ഖുറേഷി, കിയാറ അദ്വാനി, നയൻതാര, പിന്നെ രുക്മിണി വസന്ത്, അങ്ങനെ ഒരുപാട് നടിമാരൊക്കെ ആയിട്ട് ഒരു വലിയ ഇതിൽ വരുന്ന ചിത്രമാണ് ടോക്സിക്. അതിൻ്റെ ടീസർ കാര്യങ്ങളൊക്കെ വന്ന് ഉണ്ടായ ചർച്ചകളും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാം. ടോക്സിക് എനിക്ക് തോന്നുന്നു ജൂണിലേക്ക് റിലീസ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ദുരന്തർ 2, ദുരന്തർ കഴിഞ്ഞ കൊല്ലം ബോളിവുഡിന് ഒരു വലിയൊരു ആശ്വാസം കൊടുത്തു എന്ന് മാത്രമല്ല, ഒരു വലിയ ഹിറ്റായി മാറിയ ചിത്രമായിരുന്നു ദുരന്തർ. പേഴ്സണലി എനിക്ക് ആ സിനിമ ആദ്യം കണ്ടിട്ട് ഒരു ഓക്കെ പടമായിരുന്നു. നല്ല മേക്കിംഗ് ഒക്കെ ഉള്ള ഒരു നല്ല ക്വാളിറ്റി സിനിമ എന്നതിനുപരി ഒരു വലിയൊരു തകർപ്പൻ പെർഫോമൻസ്, ഒരു വൺ ടൈം വണ്ടർ എന്നൊന്നും എനിക്ക് ദുരന്തർ തോന്നിയില്ലായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ റിവ്യൂ. പക്ഷേ നല്ലൊരു പടമാണ്. പക്ഷേ കൈവിട്ടുപോയി. പടം വേറെ ലെവലിലേക്ക് എത്തി. 1200 കോടിയോളം ബിസിനസ് ചെയ്തു. ഇപ്പോൾ 2ാം ഭാഗത്തിന് 1500+ അല്ലെങ്കിൽ 2000 കോടി റേഞ്ചിൽ കളക്ഷൻ വരുമെന്നാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. ദുരന്തർ 2ലേക്ക് വരുമ്പോൾ, ദുരന്തർ 2 നമുക്കെല്ലാവർക്കും അറിയാം, ദുരന്തറിൽ രൺബീർ സിംഗ്, സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന, അർജുൻ രാംപാൽ, മാധവനൊക്കെ ആയിരുന്നു. അക്ഷയ് ഖന്നയാണ് ഷോ കൊണ്ടുപോയത്. കാരണം അക്ഷയ് ഖന്നയുടെ ഇൻട്രോ സോങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. 2ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ അക്ഷയ് ഖന്ന ഉണ്ടാവുമെന്നും ഇല്ലെന്നും അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. ആദ്യ ഭാഗത്തിൽ പുള്ളി മരിച്ചു, പക്ഷേ എന്നാൽ 2ാം ഭാഗത്തിൽ ചില എക്സ്റ്റെൻഡഡ് സീനുകൾ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇതുകൂടാതെ ഒരു ബഡാബായി എന്ന് പറഞ്ഞിട്ടൊരു മെയിൻ വില്ലൻ ക്യാരക്ടറിലേക്ക് ഒരു മെയിൻ നടൻ വരുമെന്ന് പറയുന്നുണ്ട്. സൽമാൻ ഖാൻ, അക്ഷയ് കുമാർ, ഇമ്രാൻ ഹാഷ്മി, ഷാഹിദ് കപൂർ, അങ്ങനെ കുറേ പേരുടെ പേരുകൾ പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ദുരന്തറിന് വേണ്ടി ബോളിവുഡ് കട്ട വെയിറ്റിംഗ് ആണ്. ദുരന്തർ 19 തീയതി തന്നെ വരേണ്ടതാണ്. മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ദുരന്തർ ഫസ്റ്റും ഈ GCCയിലൊന്നും വലിയ കാര്യമായുള്ള റിലീസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ റിലീസ് മാറ്റും എന്ന് തോന്നുന്നില്ല. മലയാളത്തിലേക്ക് വരുമ്പോൾ, മലയാളത്തിൽ ഈ വർഷം 2 സിനിമകൾ മാത്രമാണ്, 3ഓളം ചിത്രങ്ങളാണ് ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റ് എന്ന് വിളിക്കാവുന്നത്. അതിനകത്തൊരു സൂപ്പർ ഹിറ്റുകളൊന്നും വന്നിട്ടില്ല. 17 കോടി രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അടിച്ച ചത്തപ്പച്ചയാണ് കൂടുതൽ ഹിറ്റായിട്ട് നിൽക്കുന്നത്. അതിനുശേഷം 14 കോടി രൂപ അടിച്ച പ്രകമ്പനവും പിന്നെ 7 കോടി അടിച്ച ആശകളായിരം. ഈ 3 സിനിമകളാണ് കൊമേഴ്ഷ്യലി നേട്ടം ഉണ്ടാക്കിക്കണേ. പക്ഷേ എന്നാലും ഈ സിനിമകളൊക്കെ ഒരു ഹിറ്റ് അല്ലെങ്കിൽ ഒരു ആവറേജ് എന്ന് വിളിക്കാമെന്നല്ലാതെ ഒരു സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ബാസ്റ്ററിന് വേണ്ടി മലയാള സിനിമ 3 മാസമായിട്ട് കാത്തിരിക്കുകയാണ്. അതിനുള്ള ഉത്തരമായിട്ടാണ് മിഥുൻ മാനുവൽ, ജയസൂര്യ ടീമിൻ്റെ ആട് 3 എല്ലാവരും കാണുന്നത്. ആട് നമുക്കറിയാലോ, ഫസ്റ്റ് ഭാഗം ഒരു കൊമേഴ്ഷ്യൽ ഫെയിലിയർ ആയിട്ട് കൂടി 2ാം ഭാഗം വരികയും അതൊരു ബ്ലോക്ക് ബാസ്റ്റർ അടിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടത്തിന് വേണ്ടിയിട്ടുള്ള അന്യായമായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അതിൻ്റെ ട്രെയിലർ ഈ അടുത്ത് വന്നിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ചില ഭാഗങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഒരു രാജാക്കന്മാരുടെ സീനുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഹൗസ്ഫുൾ 4 ആണ് സത്യം പറഞ്ഞ ഓർമ്മ വന്നത്. അങ്ങനെ ആവാതിരിക്കട്ടെ. അപ്പോൾ രസകരമായിട്ടുള്ള രീതിയിൽ ഈ സിനിമയുടെ കഥയും വരുമെന്നാണ് കരുതുന്നത്. എന്തോ ടൈം ട്രാവലും കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ജയസൂര്യനെ കൂടാതെ സണ്ണി വെയിൻ, വിനായകൻ, അതേപോലെ വിജയ് ബാബു, അങ്ങനെ വലിയൊരു താരനിര ഈ ചിത്രത്തിലുണ്ട്. എനിക്ക് പേഴ്സണലി ട്രെയിലർ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ആ രാജകുമാരുടെ പോർഷൻ ഒഴിച്ച് ചേർത്ത് ഇപ്പോഴത്തെ കാലഘട്ടം, അതായത് നമുക്കറിയാവുന്ന ഷാജി പാപ്പനെയും കൂട്ടരെയും കാണിക്കുമ്പോൾ അത് ആസ് ഓൾവേസ് എൻജോയ്മെൻറ്റ് ആ ഒരു ട്രെയിലറിൽ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 സിനിമകളാണ് മാർച്ച് 19 വരുന്നത്. എന്തായാലും മാർച്ച് 19 ഈ 2 പടങ്ങളും കാണും എന്നുള്ള കാര്യത്തിൽ ഓൾമോസ്റ്റ് കൺഫേം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോക്സിക് പിന്മാറിയല്ലോ. അപ്പോൾ മാർച്ച് 19 ഇനി സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും കാണും. ഇതിനിടെ നമ്മുടെ മറ്റു വീഡിയോകളും വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഡിലേയും കാര്യങ്ങളും വന്നുപോയി. എന്നാലും ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും നന്ദി.